ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ നീക്കം നടത്തുന്നു എന്ന വാർത്തയാണ് വരുന്നത്. സംസ്ഥാനത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇത്തവണ 2 സീറ്റുകൾ കുറയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. അങ്ങനെയെങ്കിൽ ഇതിലൊരു സീറ്റ് ഇടുക്കിയായിരിക്കും. കോൺഗ്രസ് ഏറ്റെടുത്താൽ UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കുമെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേസമയം ഇടുക്കി സീറ്റിൽ LDF സ്ഥാനാർത്ഥിയായി ഇത്തവണയും മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ മത്സരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുകയാണ്. ഷിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള കോൺഗ്രസ് ഇത്തവണ തൊടുപുഴയിൽ മാത്രമായി അങ്ങ് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ? ഇടുക്കിക്കൊപ്പം പീരുമേടും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലുമൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുകൾ ഉയർന്നു കേൾക്കുന്നു, ചില പേരുകൾ വെട്ടിയെന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കമുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അത് ഈ UDFിനുള്ളിലെ ഒരു തർക്കത്തിലേക്ക് നീങ്ങുമോ? എന്താണ് വിവരങ്ങൾ? ഇരു മുന്നണികളും സജീവമായ സീറ്റ് നിർണയ ചർച്ചകളുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ആ സീറ്റ് നിർണയ ചർച്ചകളുടെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ LDFിൽ നിന്നും നിലവിൽ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിന് സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. UDFിൽ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുവാനാണ് സാധ്യത. ഈ 2 സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഇടുക്കിക്കാണ് ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ഇടുക്കി സീറ്റില് നിലവിൽ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കുന്ന ശ്രീ ജോയ് വെട്ടിക്കുഴി സ്ഥാനാർത്ഥിയാകുവാനാണ് ഏറെ സാധ്യത. ഇതോടൊപ്പം തന്നെ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ തോമസ് മൈക്കിളിന്റെ പേരും ഏറെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ A ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ശ്രീ ജോയ് വെട്ടിക്കുഴി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തുകയാണെങ്കിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ഷാജി പയനേടത്തിനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ 2 തവണയും സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് നിസാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഈ വോട്ടുകൾ വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇതിൽ പുറകോട്ട് പോകുന്നതാണ് ഈ പരാജയത്തിന് കാരണം. വണ്ടിപ്പെരിയാർ സ്വദേശിയായിരിക്കുന്ന ശ്രീ ഷാജി പയനേടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഈ വിജയത്തിന് ഏറെ സഹായകരമായിരിക്കുമെന്ന് കോൺഗ്രസ് വർത്തങ്ങൾ കണക്കുകൂട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ CPIM അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സലീം കുമാറിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. ഇതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ആശ ആനയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. BJPയിൽ ശ്രീ VC വർഗീസ്, ശ്രീ C സന്തോഷ് കുമാർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ശ്രീ C സന്തോഷ് കുമാർ സ്ഥാനാർത്ഥിയാകുവാനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലാണ് ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. എന്തായിരുന്നാലും കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കഴിഞ്ഞ തവണ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയ ഒരു ഘട്ടത്തിലായിരുന്നു അവർക്കെതിരായി മത്സരിക്കുവാൻ വേണ്ടി ഇടുക്കി സീറ്റ് വിട്ടു നൽകിയത് കേരള കോൺഗ്രസിന്. അതിനുശേഷം ഇപ്പോൾ ആ സീറ്റ് തിരിച്ച് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ എന്തായാലും ഒരു 2 സീറ്റ് കേരള കോൺഗ്രസിന് കുറയാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിലാണ് ഷിനു ഫിലിപ്പ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം.